തലസ്ഥാന നഗരിയിൽ നിന്നും സുമതിയെ കൊന്നിട്ട വളവിലേക്ക് ഒരു യാത്ര. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വാഹനത്തിൽ നിങ്ങൾക്കും ഇരിക്കാൻ ഇടമുണ്ട്. ഭയമില്ലെങ്കിൽ നിങ്ങൾക്കും ഒപ്പം കൂടാം. ആരാണ് സുമതി? മാധ്യമങ്ങളിലൂടെയും മറ്റും ജനങ്ങളിൽ ഭീതി പരത്തിയ തിരുവനന്തപുരം ജില്ലയിലെ വടക്കേ അതിർത്തിയിലെ ഉൾവനത്തിലെ കുപ്രസിദ്ധിയാർജിച്ച പാലോടിന് സമീപമുള്ള മൈലമൂട്ടിലെ കൊടും വളവിലേക്കാണ് ഈ യാത്ര. നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം നെടുമങ്ങാട് റൂട്ടിലെ കരകുളം കഴിഞ്ഞു. ഇനി നാം കടക്കുന്നത് മലഞ്ചരക്ക് വ്യാപാര കേന്ദ്രമായ നെടുമങ്ങാടിലൂടെയാണ്. ചാറ്റൽ മഴ ചിന്നിത്തുടങ്ങി. നാം പൊന്മുടി റൂട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. നിങ്ങൾ ഭയപ്പെട്ടു തുടങ്ങേണ്ട. ഇനി കുറച്ചു സമയം കൂടി കഴിഞ്ഞാൽ മാത്രമേ നാം പാലോട് എത്തുകയുള്ളൂ. ഇതാണ് പാലോട്. ഇനി ഇവിടെ ഇറങ്ങി ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടാവാം ബാക്കിയുള്ള യാത്ര. MC റോഡായ കാരേറ്റ് നിന്നും കല്ലറ ചെങ്കോട്ട റോഡിലേക്ക് മധ്യവയസ്കനായ മണിയപ്പൻ ചെട്ടിയാരും സഹായിയായ മുത്തുസ്വാമിയുമായി സ്കൂട്ടറിൽ വരികയായിരുന്നു. കോട്ടയപ്പൻ കാവ് കഴിഞ്ഞ് മൈലമൂടിലെ ഇരുമ്പ് പാലം കഴിഞ്ഞ് കൊടും വളവിലൂടെ മുന്നോട്ടു നീങ്ങുന്നതിനിടയിൽ പൊടുന്നനെ വനത്തിനുള്ളിൽ നിന്നും വെളുത്ത രൂപം പുറത്തേക്ക് ചാടുന്നു. അപ്പോൾ സമയം രാത്രി 10 പിറ്റേന്ന് പുലർച്ചെ ഇരുവരും വിവസ്ത്രരായി അബോധാവസ്ഥയിൽ കിടക്കുന്നതാണ് വഴിയാത്രക്കാർ കണ്ടത്. ഇനി നമുക്ക് ആ സ്ഥലത്തേക്ക് പോകാം. ആയിരക്കണക്കിന് പേർക്ക് പേടി സ്വപ്നമായി മാറിയ സുമതിയെ കൊന്നിട്ട വളവിലേക്ക്. നിങ്ങളുടെ ഹൃദയതാളങ്ങൾ വർദ്ധിക്കുന്നുണ്ടോ? പേടിക്കേണ്ട കേട്ടോ, ഒന്നുമില്ല. സുമതി എന്ന സുന്ദരി പെണ്ണ് മരിച്ചിട്ട് ഇപ്പോൾ 60 വർഷം കഴിഞ്ഞു. എന്നിട്ടും പട്ടാപ്പകൽ പോലും അതുവഴി കടന്നു പോകാൻ പലർക്കും ഭയമാണ്. അവരുടെ ആത്മാവിനെ ചുറ്റിപ്പറ്റി പ്രചരിപ്പിക്കുന്ന ഭീകരകഥകൾ അത്ര കണ്ട് ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു. കാരേറ്റ് ഊന്നാമ്പാറ പേഴുമൂടായിരുന്നു സുമതി എന്ന സുമതിക്കുട്ടിയുടെ സ്ഥലം. യൗവനം തുളുമ്പുന്ന 22 വയസ്സായിരുന്നു സുമതിയുടെ പ്രായം. വെളുത്ത ശരീരം, ഒത്തപ്പൊക്കം, കണ്ണങ്കാൽ വരെ നീണ്ടുകിടക്കുന്ന മുടി, കരുനീല കണ്ണുകൾ, ഇതൊക്കെയായിരുന്നു സുമതിയെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക് പറയാനുണ്ടായിരുന്നത്. സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബമല്ലായിരുന്നു സുമതിയുടേത്. അയൽവാസിയും വകയിൽ ഒരു ബന്ധുവുമായ രത്നാകരന്റെ വീട്ടിൽ അടുക്കള ജോലികളും മറ്റും സഹായിക്കാനായി സുമതി പോകുന്നത് പതിവായിരുന്നു. ധനാട്യ കുടുംബത്തിലെ 24-കാരനായ രത്നാകരൻ അന്ന് മിതിർമല സ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിവരികയായിരുന്നു. സുമതിയുടെ സൗന്ദര്യത്തിൽ മയങ്ങിയ ഇയാൾ അവളെ കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് വശത്താക്കി. ഒടുവിൽ സമ്പന്ന കുടുംബത്തിലെ ചെക്കന് സുമതിയിൽ തോന്നിയ കമ്പത്തിൽ അവൾക്കയാൾ സമ്മാനിച്ചത് ഉദരത്തിൽ ഒരു ജീവന്റെ തുടിപ്പായിരുന്നു. സുമതി ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ രത്നാകരൻ കാലുമാറി. എന്നാൽ തന്നെ വിവാഹം കഴിക്കണമെന്ന് അവൾ നിർബന്ധിക്കാൻ തുടങ്ങി. ഒടുവിൽ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ് രത്നാകരൻ ആ ക്രൂരകൃത്യത്തിന്
മനസ്സിനെ പാകപ്പെടുത്തിയത്. 1953 ജനുവരി 27 ചൊവ്വാഴ്ച രാത്രി 10 മണി. പാങ്ങോട് മധുര ദേവീക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവ ദിനം. ഉത്സവം കാണാൻ കൊണ്ടുപോകാമെന്ന് സുമതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ച് രത്നാകരൻ തന്റെ അംബാസഡർ കാറിൽ അവരെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു. വാഹനം കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ വഴിയിൽ നിന്നിരുന്ന ഒരു അപരിചിതനെയും രത്നാകരൻ കൂടെ കൂട്ടി. തന്റെ കൂട്ടുകാരനാണെന്നാണ് രത്നാകരൻ സുമതിയോട് പറഞ്ഞത്. എന്നാൽ കാർ പാങ്ങോടെത്തി. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് പകരം നേരെ പാലോട് ഭാഗത്തേക്കാണ് കാർ പാഞ്ഞത്. വന അതിർത്തിയിൽ മൈലമൂട് പാലത്തിന് സമീപം എത്തിയപ്പോൾ കാർ കാട്ടിനുള്ളിലേക്ക് കയറ്റി നിർത്തി. വഴി നിശ്ചയമില്ലാതിരുന്ന സുമതിയോട് അമ്പലത്തിലേക്ക് പോകാൻ ഇതിലെ കുറുക്കു വഴിയുണ്ടെന്ന് പറഞ്ഞു ധരിപ്പിച്ച് ഇത് വിശ്വസിച്ച സുമതി ഇവർക്കൊപ്പം നടന്നു. മൂവരും പാതിരാത്രിയിൽ വനത്തിനുള്ളിലൂടെ 1 കിലോമീറ്ററോളം ഉള്ളിലേക്ക് നടന്നു. സുമതിയെ സൂത്രത്തിൽ ഉൾവനത്തിലെത്തിച്ച് കൊല നടത്തുകയായിരുന്നു ലക്ഷ്യം. ഇതിനിടയിൽ കാമുകന്റെയും കൂട്ടുകാരന്റെയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയ സുമതിക്ക് താൻ ചതിയിൽപ്പെട്ടുവെന്ന് മനസ്സിലാവുകയും വനത്തിനുള്ളിൽ കിടന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ പലതവണ കുതറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. രത്നാകരനും കൂട്ടുകാരനും കൂടി പിന്തുടർന്ന് പിടികൂടി. കാട്ടുവള്ളികൾ കൊണ്ട് കൈകൾ കെട്ടിയ സുമതിയെ കുറച്ചു ദൂരം കൂടി അവർ വനത്തിനുള്ളിലൂടെ വലിച്ചിഴച്ചുകൊണ്ടു. ഇതിനിടയിൽ ദിശ തെറ്റി രത്നാകരനും കൂട്ടുകാരനും ഉൾവനമെന്ന് ധരിച്ച് നടന്നെത്തിയത് കല്ലറ പാലോട് റോഡിൽ, ഇപ്പോൾ സുമതിയെ കൊന്ന റോഡ് എന്നറിയപ്പെടുന്ന എസ് വളവിന് സമീപത്തായിരുന്നു. അവിടെ വെച്ചാണ് സുമതിയെ കൊല്ലുന്നത്. രത്നാകരൻ സുമതിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ച് കഴുത്ത് മലർത്തി വെച്ചു കൊടുക്കുകയും കൂട്ടുകാരൻ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കഴുത്ത് അറുക്കുകയുമായിരുന്നു. ഇതിനിടയിൽ തന്നെ കൊല്ലരുതെന്നും തമിഴ്നാട്ടിലെങ്ങാനും കൊണ്ടുപോയി ഉപേക്ഷിച്ചാൽ അവിടെ കിടന്നുകൊള്ളാമെന്നും ഒരിക്കലും തിരിച്ചു വരികില്ലെന്നും സുമതി രത്നാകരനോട് കേണപേക്ഷിച്ചു പറഞ്ഞു. കേൾക്കാതിരുന്ന രത്നാകരനോട് വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടെങ്കിലും ദയ കാട്ടി ജീവനോടെ വിടണമെന്ന് സുമതി കേണപേക്ഷിച്ചു. രത്നാകരന്റെ മനസ്സലിഞ്ഞില്ല. സുമതിയുടെ കഴുത്തിൽ കത്തി താഴ്ന്നപ്പോൾ ചീറ്റിയൊഴുകിയ രക്തം കണ്ട് രത്നാകരന്റെ കൂട്ടുകാരൻ ഭയന്നോടി. തുടർന്ന് ഇരുവരും കഴുത്ത് അറ്റുമാറാറായ അവസ്ഥയിലായിരുന്ന സുമതിയെ അവിടെ തന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിടുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് കാട്ടിൽ വിറക് ശേഖരിക്കാനായി എത്തിയവരായിരുന്നു സുമതിയുടെ മൃതദേഹം കാണുന്നത്. 6 മാസത്തിനു ശേഷം പോലീസ് പിടിയിലായ രത്നാകരനെയും കൂട്ടുകാരൻ രവീന്ദ്രനെയും കോടതി ജീവപര്യന്തം ജയിൽ ശിക്ഷ വിധിച്ചു. ഈ കൊലപാതകത്തോടെ മൈലമൂട് എസ് വളവ് നാട്ടുകാർ സുമതിയെ കൊന്ന വളവാക്കി. കൊല ചെയ്യപ്പെട്ടത് ഗർഭിണിയായതിനാൽ ഇവിടം അറുകൊലയുടെ വാസസ്ഥലമായി നാട്ടുകാർ ചിത്രീകരിച്ചു. രാത്രികാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് അഴിച്ചിട്ട മുടിയുമായി വനത്തിനുള്ളിലെ റോഡരികിൽ ഉലാത്തുന്ന സ്ത്രീരൂപത്തെ കണ്ടുവെന്ന് അവകാശപ്പെടുന്നവർ ഒരു കാലത്ത് നിരവധിയായിരുന്നു. വാഹനയാത്രക്കാരാണ് ഇവരിലധികവും. സുമതിയെ കൊന്ന വളവിൽ എത്തുമ്പോൾ വാഹനത്തിന്റെ എഞ്ചിൻ നിന്നു പോവുകയും ലൈറ്റുകൾ അണഞ്ഞു പോവുക, ടയറുകളുടെ കാറ്റ് പോവുക തുടങ്ങിയ കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഗ്രാമീണരായ നാട്ടുകാർ കേട്ട കഥകൾ കാട്ടുതീ പോലെ പരത്തി. ഇതോടെ പട്ടാപ്പകൽ പോലും ഇതുവഴി കടന്നുപോകാൻ ആളുകൾ മടിച്ചു. സുമതി മരിച്ച് 6 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഭീതി ഇനിയും വിട്ടുമാറിയിട്ടില്ല. സുമതിയുടെ കൊലപാതകത്തിന് ശേഷം ഇവിടെ ദുർമരണങ്ങൾ പതിവ് സംഭവങ്ങളായി. കൂടാതെ അടിക്കടി പ്രത്യക്ഷപ്പെടുന്ന അനാഥ പ്രേതങ്ങൾ നാട്ടുകാരുടെ മാത്രമല്ല പോലീസിന്റെയും ഉറക്കം കെടുത്താൻ തുടങ്ങി. ഇതാണ് സുമതിയെ കൊന്നിട്ട വളവിനെക്കുറിച്ചുള്ള കഥ. സുഹൃത്തെ, ഇതാണ് കഥയെങ്കിലും സത്യം മറ്റൊന്നാണ്. ഇത് പല കാര്യത്തിന് വേണ്ടിയായിരിക്കും. കാരണം ഒന്നുകിൽ പിടിച്ചുപറി മോഷണം ഇതിനൊക്കെ ഉള്ള ഒരു കാര്യമായിട്ട് അതിനൊരു ഇത് വേണമല്ലോ. ഇങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ ആളുകളെ സഞ്ചരിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇത് തുറന്ന കാര്യമാണ്. കാരണം നമ്മളെ ആരെല്ലാം എവിടെയെല്ലാം മരിച്ചിരിക്കുന്നു, അവിടെയൊന്നും ഇതുപോലെ യാതൊന്നുമില്ല. ഈ എവിടെയെല്ലാം അറുത്തു വന്നും വെട്ടിക്കൊന്നതൊക്കെ നടക്കുകയില്ലേ, അതിൽ അതുപോലെ തന്നെ ഇത് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അവിടെ യാതൊരു സംഭവം പിന്നീട് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം. പല ആളുകളും രാത്രി കാലങ്ങളിൽ വണ്ടി ഇല്ലാതെ വരുമ്പോൾ വന്നിട്ട് തിരിച്ചു പോയ അനുഭവങ്ങളുണ്ട്. ഒരുപാട് പേരും വന്നിട്ട് ബസ്സില്ലെങ്കിൽ അല്ലെങ്കിൽ വണ്ടി ഇല്ലെങ്കിൽ നടന്നു പോകും, തിരിഞ്ഞു പോകും. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ അത് അവിടെ നേരത്തെ പാലം ഒളിഞ്ഞു നടന്നു, മൈലമൂട് പാലം.
ആ പൊളിഞ്ഞ ഭാഗം ഒന്നുകൊണ്ട് വരാൻ വഴി അവിടുന്ന് ലാസ്റ്റ് വണ്ടി വരും അതുവരെ വരുള്ളൂ 11 മണിക്ക്. ഇതിനെ കൊണ്ട് നടന്നു വരണം. പാലറ്റും പതിയില്ല നടന്ന് പേടിച്ച് പിടിച്ചുപറിക്കാരും ഈ അനാശാസ്യക്കാരന്മാരും അതൊക്കെ നിരന്തരം ഉണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ ഇവിടുത്തെ ഈ റെസിഡൻറ്റ് അസോസിയേഷൻ പ്രസിഡൻ്റാണ് മീൻമാരി. അപ്പോൾ ഞങ്ങളെ കൊണ്ട് തന്നെ ബന്ധപ്പെട്ട് അത് അവസാനിപ്പിക്കുകയും ചെയ്തു. അത് മോഷണമാണ് അവരുടെ മെയിൻ മോട്ടീവ്. അത് അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. നമ്മൾ രാത്രിയുടെ എല്ലാ സമയങ്ങളിലും പോയിട്ടുണ്ട്, ഈ പ്രദേശത്ത് പോയിട്ടുണ്ട്. ഈ സ്ഥലവും എനിക്കറിയാം. അപ്പോൾ ഞാൻ കൊച്ചിലെ ഉള്ളതുകൊണ്ട് ഈ പശുവിനെ തീറ്റാനും പോത്തിനെ തീറ്റാനൊക്കെ പണ്ട് എനിക്കിപ്പോൾ വളരെ കൊച്ചിലെ തന്നെ അറിയാം. ഞാൻ ജനിക്കുന്നതിന് ഒരു 3-4 വർഷം മുമ്പുള്ള സംഭവമാണ്. സുമതിയുടെ പ്രേതം കുട്ടി എല്ലാം കൂടെ ഇവിടെ പിന്നെ ആളുകളെ പേടിപ്പിക്കുന്നു. കൊച്ചിൻ്റെ വിളി കേൾക്കുന്നു. പിന്നെ കൊച്ചി എപ്പോഴും കരയുന്നു. ഈ സുമതി മരിക്കുമ്പോൾ ഗർഭിണിയായിരുന്നു എന്നാണ് പറയുന്നത് ഈ മരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അതിന് ശേഷം പ്രസവിച്ച് സുമതി കൊച്ചിയെ കൊണ്ടിട്ട് ഇരിക്കുന്നതായി കണ്ടവരുണ്ട്. ചുമ്മാ ആളുകൾ ഇത് കണ്ടവരുണ്ടെന്ന് പറഞ്ഞില്ലേ ഉള്ളൂ. അത് ഈ കുട്ടികൾ കാരണം തൊട്ട് താഴെ ഈ സെറ്റിൽമെൻറ്റ് ഏരിയയുണ്ട്. അവിടെ ഈ പിള്ളേർ കരയുന്ന സൗണ്ടായിരിക്കും ആളുകൾ കേൾക്കുന്നത്. എന്തായാലും ആളുകൾ പേടിച്ച് ചെയ്തവഴി ഇപ്പോഴും പിന്നെ ദൂരെയുള്ളവരൊന്നും പോകാറില്ല. ചേട്ടാ ഒന്ന് നിൽക്കണേ. നിങ്ങൾ ഈ സന്ധ്യ സമയത്ത് പേടിയൊന്നും ഇല്ലാതെ സുമതിയെ കൊന്ന വളവ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. എവിടെയാണ് പോകുന്നത്? മയിലമൂട് വരെ പോകുന്നത്. പരിചയമുള്ളതിനെ കൊണ്ട് നമ്മളെ വരില്ലല്ലോ. ഈ പരിചയം ഞങ്ങൾ ഇവിടുത്തേറല്ലേ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സ്ത്രീയാണോ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന സ്ത്രീകൾ തന്നെ പരിചയമുള്ളതിനെ കൊണ്ട് അവർ ഇന്ന ആളാണെന്ന് അറിയുന്നതിനെ കൊണ്ട് പിടിച്ചു പറയും രംഗത്തേക്ക് വരില്ല. പരിചയമില്ലാതെ പോകുന്ന വഴിക്ക് കയറിയും മറ്റൊന്ന് യാത്രക്കാർ നടന്നു പോകുന്ന യാത്രക്കാരെയാണ് ഇവർ പിടിച്ചു പറിക്കുന്നത്. അതൊരു സംഘമാണ്. ഒറ്റയ്ക്കാണ് ആ സ്ത്രീ ഇറങ്ങുന്നത്. പിന്നെ കാട്ടിൻ്റെ ഇടയിൽ മറ്റുള്ളവർ പമ്മിയിരിക്കും. ഇതാണ് നടക്കുന്നത്. ഓ, ഈ ഒരു സംഘം ഇതൊന്ന് അവിടെ നാട്ടുകാരെല്ലാവരും കൂടെ ഇറങ്ങി അതിനെ മാറ്റം ചെയ്തതിനെ കൊണ്ട് അത് ഇപ്പോൾ ഇല്ല. വൈകുന്നേരത്തെ തോലൊടിക്കുകയാണ്. ഈ സുമതിയെ കൊന്നിട്ട വളവിനെ കുറിച്ച് നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് പേടി എന്തെങ്കിലും ഉണ്ടോ? അവിടെ ഒരു പേടിയില്ല. ഈ ആൾക്കാരിങ്ങനെ വെറുതെ നുണ പറഞ്ഞു വരുന്നൊന്നുമില്ല. അങ്ങനെ വേറെ ഒരു ഏർപ്പാടുമില്ല. ഈ പണ്ട് ഈ കൊലപാതകങ്ങളും നടക്കാൻ സമയത്ത് നടക്കുന്ന ആൾക്കാരെ ഭയങ്കരമായ ഒരു ഏർപ്പാടായിട്ട് തോന്നി കൊലപാതകം നടന്നത്. ഇന്ന് സാധാരണ ഈസിയാണ് ഇതിൻ്റെ പട്ടിക വരുമ്പോഴേ. അതുകൊണ്ട് അന്ന് ആൾക്കാർ പേടിച്ചിരുന്നു. ഇത് വെറുതെ ഈ കവിതകളുടെ കൂടെയൊക്കെ ആൾക്കാർ പാട്ട് സംഘങ്ങളുണ്ടായിരുന്നു. അത് പണ്ടുണ്ടായിരുന്നു. ചന്തയിലെ കൊണ്ടുവച്ചൊക്കെ പാടുവരും. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പാട്ട് ഏതെങ്കിലും അറിയാം? എനിക്കറിയില്ല. ഇത് വെറുതെ പറഞ്ഞാണ്. ഈ സുമതിയൊക്കെ വളവ് ഇങ്ങനെ ഓരോ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞല്ലാതെ വേറെ ഒരു പേടിയില്ല. സുമതിയുടെ കൊലപാതകം മറയാക്കി പിടിച്ചുപറിയും അനാശാസ്യവുമാണ് സുമതിയുടെ പ്രേതത്തിന്റെ മറവിൽ ഒരു കാലത്ത് ഇവിടെ നടന്നത്. രാത്രികാലങ്ങളിൽ വെളുത്ത വസ്ത്രം ധരിച്ച് റോഡിൽ പ്രത്യക്ഷപ്പെട്ട് യാത്രക്കാരെ ഭയപ്പെടുത്തി പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും അപഹരിച്ചെടുക്കലായിരുന്നു ഇവരുടെ രീതി. റോഡിൽ അള്ളുവെച്ച് ടയർ പഞ്ചറാക്കിയും അപഹരണം നടത്തിയിരുന്നു. ഇതിനിരയായ ഭൂരിഭാഗം പേരും നാണക്കേടുകൊണ്ടോ ഭയം കൊണ്ടോ പുറത്തു പറയുകയോ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തില്ല. അതും സുമതിയുടെ മണ്ടയിലായി എന്നതാണ് സത്യം. സുമതിയെ കൊന്ന വളവ് എന്ന് പറയുന്നത് നമ്മുടെ പാങ്ങോട് പഞ്ചായത്തിലുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഫെമിലിയർ ആയിട്ടൊരു നെയിമാണ് സുമതിയെ കൊന്ന വളവ്. സുമതിയെ കൊന്ന വളവ് എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു നിഗൂഢത ഉള്ളതായിട്ട് ആർക്കും തോന്നും. അന്ന് ശരിക്കും നല്ല ഫോറസ്റ്റ് മേഖലയായിരുന്നു ഈ പ്രദേശം. ഇപ്പോഴും ഫോറസ്റ്റാണ്, പക്ഷേ ഗവൺമെൻറ് പ്ലാന്റേഷനാണ്. അക്കേഷ്യ, യൂക്കാലിപ്സ് മുതലായവയാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് വരുന്ന ഒരാൾ ഈ മേഖലയിലേക്ക് കയറുമ്പോൾ തന്നെ അവർക്കൊരു പേടി എന്തായാലും ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡുകളിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ ഒരു പേടിയുന്ന സ്വപ്നം ഏതൊരു മനുഷ്യനും ഉണ്ടാവും. പക്ഷേ അതിൻ്റെ പിന്നിൽ ഈ ആളുകളെ പറ്റിച്ച് പണം തട്ടുന്ന ചില സാമൂഹ്യ ദ്രോഹികളാണെന്ന് എനിക്ക് പറയാൻ കഴിയും. ഈ അടുത്ത കാലത്ത് ഭരതന്നൂർ സ്വദേശിയായ ഒരു എഞ്ചിനീയർ തൻ്റെ കാറിൽ പാലോട് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ റോഡരികിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇദ്ദേഹം ഒരു അല്പം സ്മാർട്ടായതുകൊണ്ടും ഈ യാഥാർത്ഥ്യബോധം ഉള്ളതുകൊണ്ടും അദ്ദേഹം എന്ത് ചെയ്തു, ഈ സ്ത്രീയെ ഇടിക്കുന്നതിന് വേണ്ടി കാറ് തിരിച്ചു. ഈ പ്രേതം നിൽക്കുന്ന സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. അപ്പോൾ കണ്ടത് സ്ത്രീ കക്കോടിയും കെട്ടിക്കൊണ്ട് ഓടുന്നതാണ്. അദ്ദേഹം പിറകെ ഓടിച്ചിട്ട് അവരെ പിടിച്ചപ്പോഴത്തേക്ക് അതൊരു സ്ത്രീ രൂപം ധരിച്ച പുരുഷനായിരുന്നു. എനിക്കും ഒരിക്കൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫ് ഹൗസ് പാലോടാണ്. ഞാൻ പാലോടേക്ക് പോകുമ്പോൾ ഒരു ജീപ്പ് ഇങ്ങനെ തല കീഴായി നിൽക്കുന്നത് എനിക്ക് തോന്നി. പക്ഷെ സംഭവം ഇവർ ഈ വളവിൽ നിർത്തി താഴേക്ക് വണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കണം. അപ്രതീക്ഷിതമായ റോഡിൽ ഈ വളവിലൂടെ വന്ന് കയറുന്ന ഒരു ഇരുചക്ര വാഹനക്കാരൻ കണ്ടാൽ ഒരു വാഹനം അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണ്, അവരെ സഹായിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചാടി ഇറങ്ങുമ്പോൾ പൈസ പോകും. പക്ഷേ എന്നെ പരിചയമുള്ള ഒരാൾ ആ സംഘത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു പക്ഷേ അപ്പോൾ എനിക്ക് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. സാർ എവിടെ പോയിട്ട് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പാലോട് വൈഫ് ഹൗസിൽ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞു. ഇതുപോലെ തന്നെ പല ദിവസങ്ങളിൽ അതിരാവിലെ പോകുന്ന പ്രൈവറ്റ് ബസ് സർവീസുകൾ പോകുമ്പോൾ ഒരു സ്ത്രീ അവിടെ നിന്നും താഴേക്ക് വനത്തിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടവരുണ്ടെന്നും പറയുന്നുണ്ട്.
ഒരു 60 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുമതി എന്ന് പറയുന്ന ഒരാൾ മൈലമൂട് പാലത്തിൻ്റെ കുറച്ച് മുകളിലോട്ട് വെച്ച് മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരാണ് എന്നും പറഞ്ഞ് വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് അവിടെ ഇടയ്ക്ക് ചില സാമൂഹ്യ വിരുദ്ധർ ആളുകളെ നിന്ന് പൈസ പിടിച്ചു പറിക്കാൻ ശ്രമിച്ചതായിട്ട് ഇവിടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇത് സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു പരിപാടിയാണ്, അല്ലാതെ അവിടെ പ്രേതമില്ല, യക്ഷിയില്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം സാധാരണ കണക്ക് മറ്റുള്ള സ്ഥലങ്ങൾ പോലെ തന്നെയാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഇതിന് മുന്നേ എനിക്ക് ഭയം ഉണ്ടായിരുന്നു. പോലീസിൽ കയറിയതിന് ശേഷം ആ ഭയം തീരെയില്ല. വരുന്നതിന് മുമ്പ് എനിക്ക് ഈ സ്ഥലത്തെ കുറിച്ചൊന്നും വേറെ കേൾവിയോ പരിചയമൊന്നുമില്ല. അപ്പോൾ ഇവിടെ വന്ന ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മളവിടെ പോയ കൂട്ടത്തിൽ ഞാൻ ഇതാണ് സുമതി കുന്ന വളവ്, ഇവിടെ ഒരു ഭീകരാവസ്ഥയാണ്, ആർക്കും സന്ധ്യ കഴിഞ്ഞാൽ ആരും സഞ്ചരിക്കാൻ കഴിയത്തില്ല, പിന്നെ ഫാമിലിയായിട്ട് പോകുന്നവരെയും പിന്നെ ഇരുവക്ക ഭാഗങ്ങളിലും നടുവവരൊക്കെ ഇവിടെ ആക്രമിക്കുകയും പൈസ വിടുകയും ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. മുമ്പ് ഇവിടെ ഒരു സുമതി ഒരു സ്ത്രീയെ കൊന്നു. അതിനുശേഷം ഈ സുമതിയുടെ പ്രേതവും അതുപോലെ അതിനെ മുതലെടുത്തുകൊണ്ട് മറ്റു പലരും ഈ പ്രേതം ഉണ്ടെന്ന് ഒരു കുപ്രചരണം നടത്തി അതിൻ്റെ മറവിൽ ആൾക്കാരെ പിടിച്ചു പറിക്കുകയും ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വന്ന് എനിക്കങ്ങനെ ഒരു അനുഭവം ആരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പരാതി ഉണ്ടാവുകയോ പിന്നെ ഒരനുഭവം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏത് സമയത്തും രാത്രി എന്ന് പറയുന്നത് അങ്ങനെ ഒന്നുമില്ലാതെ തന്നെ എല്ലാ ആൾക്കും ഫാമിലിയായിട്ട് 2 വീലറിലും പിന്നെ 4 ചക്ര വാഹനങ്ങളൊക്കെ കുടുംബമായിട്ട് ആൾക്കാർ സഞ്ചരിക്കുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ചുരുക്കത്തിൽ അവിടെ ഈ പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു ഭീകരാവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവങ്ങളോ അവിടെ ഇതുവരെയും ഇല്ല. സുഹൃത്തെ, പ്രതീക്ഷയോടെ ഇവിടം വരെ വന്നിട്ട് സുമതിയെ കാണാത്തതിൽ വിഷമമുണ്ടോ?